ഹലോ, വെൽക്കം ടു മൈ ചാനൽ ഷെറിൻ PSC ടിപ്സ്. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നമ്മൾ സിലബസ് വെച്ച് LP UPയുടെ സിലബസ് വെച്ച് ഓരോ ഭാഗങ്ങളായി കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങൾ പഠിച്ചു. പഴശ്ശി കലാപം, കുറിച്യ കലാപം, അതുപോലെ തന്നെ വേലുത്തമ്പി ദളവയെക്കുറിച്ചും പാലിയത്തച്ഛനെക്കുറിച്ചൊക്കെ പഠിച്ചു. ഇനി നമ്മൾ അടുത്ത പാർട്ടിലേക്ക് കടക്കുകയാണ്. നവോത്ഥാനം, കേരള നവോത്ഥാനത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഒരുപാട് വ്യക്തിത്വങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. നമുക്ക് ഓരോ വീഡിയോയിൽ ഓരോ ദിവസം ഓരോ വ്യക്തികളെയായി പഠിക്കാം. കാരണം എല്ലാം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സായി പോകും. അപ്പോൾ നമുക്ക് ഒരു ക്ലാസ്സിൽ ഒരാളെക്കുറിച്ച് പഠിച്ച് അത് റിവൈൻഡ് ചെയ്ത് കേട്ട് നമുക്കത് ഹൃദ്യസ്ഥമാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം വൈകുണ്ഠസ്വാമികൾ. അദ്ദേഹം ജനിച്ചത് 1809 മാർച്ച് 12-നാണ്. ജനിച്ച സ്ഥലം നാഗർകോവിലിന് അടുത്തുള്ള ശാസ്താംകോയിൽ വിള അഥവാ സ്വാമിത്തോപ്പ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ്. ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് മുടിച്ചൂടും പെരുമാൾ എന്നായിരുന്നു. എന്നാൽ സവർണരുടെ എതിർപ്പ് മൂലം അദ്ദേഹത്തിൻ്റെ പേര് മുത്തുക്കുട്ടി എന്നാക്കി മാറ്റി. പിന്നീട് വൈകുണ്ഠൻ എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചു. സമ്പൂർണ്ണ ദേവൻ എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. കേരളത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സംഘടനയായ സമത്വ സമാജം 1836 ശുചീന്ദ്രത്തിൽ അദ്ദേഹം രൂപവൽക്കരിച്ചു. വിഷ്ണുവിൻ്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ചു വൈകുണ്ഠസ്വാമികൾ. അദ്ദേഹം തിരുവിതാംകൂർ രാജഭരണത്തെ നീചൻ്റെ ഭരണമെന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണമെന്നും വിശേഷിപ്പിച്ചു. നമുക്ക് PYQ ആണിത്. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണമെന്നും തിരുവിതാംകൂർ രാജഭരണത്തെ നീചൻ്റെ ഭരണമെന്നും വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തെ വെളുത്ത പിശാച് എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുകയുണ്ടായി. 1837 സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും ശിങ്കാരത്തോപ്പിൽ ജയിൽ ജീവിതം അനുഭവിക്കുകയും ചെയ്തു. അപ്പോൾ ഏത് രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിൽ ജീവിതം ജീവിച്ചത്? സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് കേട്ടോ. വൈകുണ്ഠസ്വാമിയുടെ പ്രധാന ശിഷ്യനായിരുന്നു തൈക്കാട് അയ്യ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. അദ്ദേഹം സ്ഥാപിച്ച ആരാധനാലയങ്ങൾ അറിയപ്പെട്ടിരുന്നത് നിഴൽ താങ്കൾ എന്നാണ്. നിഴൽ താങ്കൾ എന്ന പേരിലാണ് അദ്ദേഹം ആരാധനാലയങ്ങൾ സ്ഥാപിച്ചത്. അതുപോലെ തന്നെ എല്ലാ ജാതിക്കാർക്കും ഉപയോഗിക്കുന്നതിന് വേണ്ടി അദ്ദേഹം മുന്തിരിക്കിണർ കുഴിച്ചു. മുന്തിരിക്കിണർ സ്വാമി കിണർ എന്ന പേരിലും അറിയപ്പെടുന്നു. അതുപോലെ തന്നെ അക്കാലത്ത് നടന്ന മേൽമുണ്ട് സമരത്തിന് അദ്ദേഹം പ്രചോദനം പകരുകയും ചെയ്തു. അദ്ദേഹം രചിച്ച പ്രധാന 2 കൃതികളാണ് അഖിലത്തിരട്ട് അരുൾനൂൽ. അഖിലത്തിരട്ട് അരുൾനൂൽ അദ്ദേഹം രചിച്ച 2 പ്രധാന തമിഴ് കൃതികളാണ്. അതുപോലെ തന്നെ നല്ലൊരു ജീവിതം നയിക്കുന്നതിന് ആളുകൾക്ക് പരിശീലനം നൽകാൻ അദ്ദേഹം തൂവയൽ പന്തിക്കൂട്ടായ്മ സ്ഥാപിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നിശാ പാഠശാലകൾ സ്ഥാപിക്കുകയും വയോജന വിദ്യാഭ്യാസം എന്ന ആശയം നടപ്പാക്കുകയും അദ്ദേഹം ചെയ്തു. സമപന്തി ഭോജനം, ആർക്കും ഒരു വേർതിരിവില്ലാത്ത ഒരു സമപന്തി ഭോജനം എന്ന ഒരു കാര്യവും അദ്ദേഹം നടത്തി. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം അദ്ദേഹം മുഴക്കുകയുണ്ടായി. അക്കാലത്ത് എല്ലാവർക്കും രാജാക്കന്മാരോടും ചെയ്ത പ്രവൃത്തിക്കുള്ള ജോലിക്കുള്ള കൂലി ചോദിക്കാൻ തന്നെ വളരെയധികം പേടിയും ഭയപ്പാടുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന ശക്തമായ നിലപാടുമായിട്ട് മുന്നോട്ട് വന്നത്. ഇനി വൈകുണ്ഠസ്വാമികളുടെ മതം അറിയപ്പെടുന്നത് മതം അയ്യാവഴിയാണ്. അയ്യാവഴി എന്ന മതത്തിൻ്റെ ചിഹ്നം തീജ്വാല വഹിക്കുന്ന താമരയാണ്. തീജ്വാല വഹിക്കുന്ന താമര PYQ ആണ്. അയ്യാവഴി മതത്തിൻ്റെ ചിഹ്നമാണ് തീജ്വാല വഹിക്കുന്ന താമര. ഈ അയ്യാവഴി മതത്തിൻ്റെ പുണ്യസ്ഥലം എന്നറിയപ്പെടുന്നത് ദച്ചനമാണ്. തിരുച്ചെന്തൂരുള്ള ദച്ചനം എന്ന സ്ഥലമാണ് അയ്യാവഴി മതത്തിൻ്റെ പുണ്യസ്ഥലമായി അറിയപ്പെടുന്നത്. അയ്യാവഴി ക്ഷേത്രങ്ങൾ പൊതുവെ അറിയപ്പെട്ടിരുന്ന പേര് പതികൾ എന്നായിരുന്നു. അയ്യാവഴി ക്ഷേത്രങ്ങൾ പൊതുവെ അറിയപ്പെട്ടിരുന്ന പേര് പതികൾ എന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞ പ്രശസ്തമായ ഒരു വാക്യമാണ് ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന്. എന്താണ്? ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന്. ഇതൊന്ന് നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണത്തിൽ 5 പേരാണ് ഉണ്ടായിരുന്നത്. ഈ 5 പേരടങ്ങിയ ശിഷ്യഗണം അറിയപ്പെട്ടിരുന്നത് സീഡർ എന്നായിരുന്നു. സീഡർ.
വൈകുണ്ഠമല സ്ഥിതി ചെയ്യുന്നത് അത്തളവിളൈ, കന്യാകുമാരി ജില്ലയിലെ അത്തളവിളയിലാണ് വൈകുണ്ഠമല സ്ഥിതി ചെയ്യുന്നത്. ഇനി വൈകുണ്ഠസ്വാമികളുടെ പേരിലുള്ള സംഘടനയാണ് VSDP, വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചാരണ സഭ. അദ്ദേഹം 1851 ജൂൺ 3 മരണപ്പെട്ടു. അപ്പോൾ ഇത്രയാണ് നമുക്ക് വൈകുണ്ഠസ്വാമികളെ കുറിച്ചുള്ള പോയിൻറ്റ്സ്. നമുക്കൊന്ന് സമറൈസ് ചെയ്യാം. അദ്ദേഹം ജനിച്ചത് നാഗർകോവിലിനടുത്തുള്ള ശാസ്താംകോയിൽ വിള സ്വാമി തോപ്പ് എന്നറിയപ്പെടുന്ന സ്ഥലത്തായിരുന്നു. മുടിചൂടും പെരുമാൾ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെ പേര്. അദ്ദേഹം പിന്നീട് അത് സവർണരുടെ എതിർപ്പ് മൂലം മുത്തുക്കുട്ടി എന്നാക്കി. അദ്ദേഹം സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ടു. കേരളത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കർത്താവാണ്. സമത്വ സമാജം അദ്ദേഹം രൂപീകരിച്ചു. വിഷ്ണുവിൻ്റെ അവതാരമാണ് താനെന്ന് അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചിരുന്നു. തിരുവിതാംകൂർ രാജഭരണത്തെ നീചൻ്റെ ഭരണമെന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണമെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. അതുപോലെ തന്നെ സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ജയിൽ ജീവിതം അനുഭവിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യൻ തൈക്കാട് അയ്യയായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ച ആരാധനാലയങ്ങൾ അറിയപ്പെട്ടിരുന്നത് നിഴൽ താങ്കൾ എന്ന പേരിലായിരുന്നു. മുന്തിരിക്കിണർ സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാന 2 കൃതികളാണ് അഖിലത്തിരട്ട്, അരുൾനൂൽ. തൂവയൽ പന്തിക്കൂട്ടായ്മ അദ്ദേഹം സ്ഥാപിച്ചു. വയോജന വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി. സമപന്തി ഭോജനം നടത്തി. അതുപോലെ തന്നെ ഒരു പ്രധാന മുദ്രാവാക്യം അദ്ദേഹം ഉയർത്തിയത് വേല ചെയ്താൽ കൂലി കെട്ടണം എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വൈകുണ്ഠസ്വാമികളുടെ മതം അറിയപ്പെടുന്നത് അയ്യാവഴിയാണ്. അയ്യാവഴി എന്നാണ് സ്വാമികളുടെ മതം അറിയപ്പെടുന്നത്. ആ മതത്തിൻ്റെ ചിഹ്നം തീജ്വാല വഹിക്കുന്ന താമരയാണ്. അദ്ദേഹം പറഞ്ഞ പ്രശസ്തമായൊരു സെൻറ്റൻസാണ്, ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന്. അതുപോലെ തന്നെ 5 പേർ അടങ്ങിയ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണം അറിയപ്പെട്ടിരുന്നത് സീഡർ എന്നായിരുന്നു. വൈകുണ്ഠസ്വാമികളുടെ പേരിലുള്ള സംഘടനയാണ് VSDP, വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചാരണ സഭ. അദ്ദേഹം മരണപ്പെട്ടത് 1851 ജൂൺ 3 അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും റിവൈൻഡ് ചെയ്ത് കേൾക്കുക, നന്നായി പഠിക്കുക. പുതുതായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മുകളിലുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും അതിലെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കപ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ ഓക്കെ, താങ്ക് യു.